ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട് സച്ചിൻ ഞങ്ങൾക്ക് കാർ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ലഞ്ചിന് ശേഷം ഞങ്ങൾ നേരെ ഹോട്ടലിലേക്കാണ് പോയത്. കുറേ ട്രാവൽ ചെയ്ത് വന്നതുകൊണ്ട് എല്ലാവരും നല്ല ടയർഡായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒന്ന് ഫ്രഷപ്പായി നേരെ ഇന്ന് മുഴുപ്പിലങ്ങാട് ബീച്ചിലേക്കാണ് യാത്ര. തിരമാലകൾക്കും സൂര്യാസ്തമയത്തിനും ഇടയിൽ വിചിത്രമായ ഒരു മായാജാലം നമുക്ക് മുഴുപ്പിലങ്ങാട് ബീച്ചിൽ അനുഭവിക്കാം. വർഷങ്ങളായി മനസ്സിൽ കയറിക്കൂടിയ ഒരു മോഹമായിരുന്നു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചായ മുഴുപ്പിലങ്ങാട് ബീച്ചിലൂടെ ഒരു ഡ്രൈവ്. അത് ഇന്ന് നടന്നു. മുഴുപ്പിലങ്ങാട് ബീച്ചിലുള്ള ഡ്രൈവിംഗ് ഒരു വിസ്മയം തന്നെയായിരുന്നു. ഞാനും അർച്ചനയും ബീച്ച് ഡ്രൈവിംഗ് കുറേ നേരം എൻജോയ് ചെയ്തു. ത്രൂ ഔട്ട് ദ ഡ്രൈവ് അച്ചൂട്ടനും ലച്ചൂട്ടനും കാറിൽ തന്നെ ഉണ്ടായിരുന്നു. ലച്ചൂട്ടനാണ് ആ ടൈം മുഴുവൻ അച്ചൂട്ടനെ മാനേജ് ചെയ്തത്. അവരും ഞങ്ങളെപ്പോലെ തന്നെ ആ ഡ്രൈവ് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഡ്രൈവിന് ശേഷം ഞങ്ങൾ ബീച്ചിലെ വാക്ക് വേയിലേക്കാണ് പോയത്. വാക്ക് വേയിലേക്ക് കയറുമ്പോൾ തന്നെ എൻട്രൻസ് വാളിൽ തനത് കലാരൂപമായ തെയ്യത്തിന്റെ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടായിരുന്നു. അവിടെ ആളുകൾ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും അവിടെ നിന്ന് ഫോട്ടോ എടുത്തു. വളരെ വിശാലമായ ഒരു ഈവനിങ് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു വൈബ് തന്നെയാണ് മുഴുപ്പിലങ്ങാട് ബീച്ചിൽ ഉള്ളത്. വിശാലവും മനോഹരവുമായ നടപ്പാത, സൂര്യാസ്തമയം കണ്ടിരിക്കാനും കടൽക്കാറ്റ് കൊണ്ടിരിക്കാനും പറ്റിയ നല്ല ഇരിപ്പിടങ്ങൾ, വർണ്ണശബളമായ ലൈറ്റുകൾ, കുട്ടികളുടെ വിശാലമായ പാർക്ക്, അവിടെ ധാരാളം കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. റെസ്റ്റ് റൂംസ് എല്ലാം തന്നെ എടുത്തു പറയേണ്ടുന്ന ഒരു പ്രത്യേകത തന്നെയാണ്. അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന രീതിയിലാണ് മുഴുപ്പിലങ്ങാട് ബീച്ച് വാക്ക് വേയുടെ നിർമ്മിതി. പ്രായഭേദമന്യേ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സായാഹ്നമാണ് മുഴുപ്പിലങ്ങാട് ബീച്ച് നമുക്ക് നൽകുന്നത്. കുട്ടികളുടെ ചിരിയും തിരമാലയുടെ ശബ്ദവും ചേർന്ന് ഒരു സംഗീതം പോലെ തോന്നുന്നു. കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്ന ഇത്തരം നിമിഷങ്ങളാണ് യഥാർത്ഥ സന്തോഷം നമുക്ക് നൽകുന്നത്. കണ്ണൂരിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ടാറ്റാ, ബൈ ബൈ.